ഈ മൊറിയ ഗോസ്ബൽ മിഷൻ യൂട്യൂബ് ചാനലിലെ വചന ശ്രോതാക്കൾക്കെല്ലാവർക്കും ഹൃദയംഗമമായ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. കഴിഞ്ഞ ഒരു വർഷത്തിലേറെ തിരുവചന സത്യങ്ങൾ കലർപ്പില്ലാതെ സാക്ഷിക്കുവാനും സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുവാനും കൃപ നൽകിയ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. 2025 ക്രൈസ്തവ ലോകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായി നാം കണ്ടു. കത്തോലിക്ക സഭ തങ്ങളുടെ ദൈവശാസ്ത്ര വീക്ഷണത്തിൽ യേശുവിൻ്റെ അമ്മ സഹരക്ഷകയല്ല എന്ന തിരുത്തൽ നടത്തുവാനിടയായി. എങ്കിലും നിത്യകന്യക, അമലോത്ഭവ മുതലായ നിലപാടുകൾ തിരുത്തുവാൻ തയ്യാറായിട്ടുമില്ല. വിശുദ്ധ വചനപ്രകാരമോ അപ്പോസ്തലിക ഉപദേശപ്രകാരമോ യേശുവിൻ്റെ അമ്മ ഈ വിശേഷണങ്ങൾക്ക് അർഹയെന്നോ ആരാധ്യയെന്നോ കാണുവാൻ കഴിയുന്നില്ല. പിൽക്കാലത്ത് മെനഞ്ഞെടുത്ത മിസ്റ്റിക്കൽ ഇമേജുകൾക്കപ്പുറം യേശുവിൻ്റെ അമ്മ മറിയയെപ്പറ്റി ദൈവവചനം നൽകുന്ന യഥാർത്ഥ വസ്തുതകൾ പരിശോധിക്കാം. ഒരു പുതിയ നിയമ വിശ്വാസി തൻ്റെ ക്രൈസ്തവ ജീവിതം ആരംഭിക്കുന്നത് യേശു മാനവകുലത്തിൻ്റെ രക്ഷകനും ദൈവപുത്രനുമാണ് എന്ന തിരിച്ചറിവിലൂടെയാണ്. രണ്ടാമതായി, ശിഷ്യത്വ ജീവിതം നയിക്കുന്നതിലൂടെ യേശുവിനെ പിന്തുടരുക എന്നതാണ് ആ വ്യക്തിയുടെ ജീവിത ദൗത്യം. ഈ രണ്ടനുഭവങ്ങൾ യേശുവിൻ്റെ അമ്മ മറിയയിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 55 വരെയുള്ള വേദഭാഗങ്ങളിൽ തനിക്ക് ലഭിച്ച ദൈവിക വെളിപ്പാടുകളെക്കുറിച്ച് യേശുവിൻ്റെ അമ്മ മറിയയുടെ ബോധ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണുവാൻ കഴിയും. അവയിൽ പ്രധാനമായവ സൂചിപ്പിക്കാം. 1. ഗബ്രിയേൽ ദൂതനിൽ നിന്ന് താൻ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം തനിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നതാണ്. 2. തന്നിൽ ജനിക്കുന്ന ശിശുവിന് യേശു എന്ന് പേരിടണം. 3. അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. 4. കർത്താവായ ദൈവം ദാവീദിൻ്റെ സിംഹാസനം അവന് നൽകും. 5. അവൻ നിത്യരാജാവായിരിക്കും. 6. ദൈവപുത്രൻ തന്നിൽ ഉത്ഭവിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. 7. കർത്താവിൻ്റെ ദാസി എന്ന നിലയിൽ ദൈവഹിതത്തിനായി തൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. 8. എല്ലാ തലമുറകളും തന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുകയാൽ താൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ അമ്മ മറിയയുടെ ജീവിതം ശിഷ്യത്വത്തിൻ്റെ ക്രൂശ് ചുമന്ന അനുഭവ സാക്ഷ്യമാകുന്നത് നോക്കാം. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വീണ്ടും ജനിക്കുന്ന വ്യക്തി ദൈവരാജ്യത്തിൽ പൗരത്വം സ്വീകരിക്കുന്നു. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായ ആ വ്യക്തി ഇഹലോകത്തിൽ പരദേശ പ്രയാണമാണ് ശിഷ്ടായുസ്സിൽ നിർവഹിക്കുന്നത്. ഈ ലോകത്തിലെ അന്ധകാര ശക്തികൾ സ്വാഭാവികമായും ആ വ്യക്തിക്ക് പ്രതികൂലമായി മാറുന്നു. യേശു തന്നിൽ ജനിച്ചു എന്ന കാരണത്താൽ മറിയയും യോസേഫും മിസ്രയീമിലേക്ക് ശിശുവിൻ്റെ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യേണ്ടി വന്നു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് താൻ നേരിട്ട കടുത്ത നിന്ദയുടെയും അപവാദങ്ങളുടെയും പശ്ചാത്തലത്തിൽ യേശുവിനെ സ്വഭവനത്തിൽ നിന്നും ദേശത്തു നിന്നും അകറ്റി നിർത്തേണ്ടതായി വന്ന അനുഭവം മാതാവിനുണ്ടായി. ലോകരക്ഷകനും മശിഹയുമായ യേശുവിനെ ഉദരത്തിലേറ്റുവാങ്ങിയ യഹൂദ കന്യകായ മറിയയുടെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടന്നു പോകുമെന്ന് ശിമയോൻ പ്രവചിച്ചു. യേശു മനുഷ്യരാൽ നിന്ദിക്കപ്പെടുന്നതും തകർക്കപ്പെടുന്നതും ക്രൂശിക്കപ്പെടുന്നതും നിസ്സഹായയായി നോക്കി നിൽക്കേണ്ടി വന്ന മാതാവ് വാസ്തവത്തിൽ തൻ്റെ പുതിയ നിയമ ക്രിസ്തീയ ജീവിതത്തിലെ ക്രൂശ് അക്ഷരികമായി വഹിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് യേശുവിൻ്റെ അമ്മ മറിയയെ തിരുവെഴുത്തിൽ കാണുന്നത് യെരുശലേമിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ശിഷ്യഗണത്തിൻ്റെ നടുവിലാണ്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിന് വേണ്ട അടിസ്ഥാന യോഗ്യതകളിലൊന്നായ സ്നാനം മറ്റ് ശിഷ്യരോടൊപ്പം മാതാവും സ്വീകരിച്ചു എന്ന് ന്യായമായും കരുതാം. കാരണം രക്ഷിക്കപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ചവരായിരുന്നു
ആദിമസഭയിൽ എല്ലാവരും. യേശുവിൻ്റെ ശിഷ്യന്മാർക്കും മറ്റൊരു മാനദണ്ഡം ഒരിക്കലും ഉണ്ടാകുകയില്ല. മുഖപക്ഷമില്ലാതെ ദൈവിക നിയമം എല്ലാവർക്കും ബാധകമാകുമല്ലോ. എന്നാൽ അവയൊന്നും തിരുവെഴുത്തിൽ രേഖപ്പെടുത്താതിരുന്നത് ശിഷ്യന്മാർക്കും മാതാവിനും പ്രത്യേകമായ യാതൊരു അപ്രമാദിത്വവും വചനം കൽപ്പിച്ചിരുന്നില്ല എന്നതിൻ്റെ തെളിവാണ്. എല്ലാ ബഹുമാനാദരവുകളോടും കൂടെ പ്രസ്താവിക്കട്ടെ, യേശുവിൻ്റെ അമ്മ ഇഹലോകത്തിലെ തൻ്റെ ദൗത്യം നിർവഹിച്ച് ഇപ്പോൾ വിശുദ്ധന്മാരോടൊത്ത് സ്വർഗത്തിൽ വസിക്കുകയാണ്. മാറാനാഥ, ഗോഡ് ബ്ലസ് യു.